പദ്ധതിയുടെ വിജയം എന്തുകൊണ്ടാണ്? ഒരു ബസ് കാശ് കൊടുക്കാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അതില്ലാന്നാണ് കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത്, അല്ലേ? ദാരിദ്ര്യം ദുഃഖം അനുഭവിക്കുന്ന ആളുകളാണ് പ്രിയദർശിനിയിൽ കയറിയത്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അവരെ സഹായിച്ചതിൽ. അതുകൊണ്ട് അവരെ ഇനി കൂടുതൽ സഹായിക്കണം. അവരുടെ സ്കൂളുകൾ മെച്ചപ്പെടുത്തണം, അവരുടെ ആശുപത്രികൾ മെച്ചപ്പെടുത്തണം. ഞാൻ കൃത്യമായിട്ട് അതിൽ ആ പ്രസംഗം മുഴുവൻ കേട്ടറിയാം. പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം. അല്ല, അങ്ങ് അതിനു മുമ്പ് പറഞ്ഞ ഒരു വാചകം, കേരളത്തിലെ ആളുകളുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന പരാജയപ്പെട്ടു നമ്മള്. അതുപോലെ തന്നെ പണക്കാർ പാവങ്ങളായി അഭിനയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങ് ആ വാക്ക് പറഞ്ഞത്. അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ചിലവ് കുറഞ്ഞ സർക്കാർ ബസ്സുകൾ കാണുമ്പോൾ ആളുകൾ ഓടിയെത്തുന്നു, അതുപോലെ തന്നെ പ്രിയദർശിനി ബസ്സുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു. ഈ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത് ഞാനീ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. പ്രിയദർശിനി പദ്ധതിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം ഈ നാട്ടിലെ ആളുകളുടെ പരമമായ ബുദ്ധിമുട്ടുകളാണ്. ആ ബുദ്ധിമുട്ടുള്ള ജനതയാണ് നമ്മളെ അഡ്രസ് ചെയ്യേണ്ടത്. അവർ തന്നെയാണ് ആശുപത്രിയിൽ അവർക്ക് കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ പൊതുഗതാഗതത്തിൽ ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള സമീപനം വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണല്ലേ? അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. ഇത് മുൻ ഗവൺമെന്റ് ചെയ്തില്ലല്ലോ. ഇത് രാഹുൽ ഗാന്ധിയല്ലേ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളടക്കം പറഞ്ഞില്ലല്ലോ. ഞാനടക്കമുള്ള ആളുകൾക്ക് ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നം പൊതുഗതാഗത രംഗത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്നെയടക്കം പറഞ്ഞത്. പക്ഷെ അത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ ഞാനവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ടീമുമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൊതുഗതാഗതം സൗജന്യമാക്കണം, ആദ്യമായിട്ടല്ല, എന്ന നിലപാടെടുത്തത്. ആ നിലപാട് എന്തുകൊണ്ട് വിജയിച്ചു? അത്രയും ബുദ്ധിമുട്ടാണ് ആളുകൾ. അപ്പം അതുകൊണ്ട് ഇനി സ്കൂളുകളും നന്നാക്കണം. സ്കൂളുകളിൽ വേണ്ടത്ര ആളുകൾ, പല സ്കൂളുകളിലും കുട്ടികളില്ല, അല്ലേ? എന്തുകൊണ്ടാ? ആരുടെയും കുറ്റമല്ല. ഞാൻ കുട്ടികളെ അവിടെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിപ്പിച്ചു, മലയാളം മീഡിയമാണ്, അതൊന്നും ഒരു വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അതും കൂടെ, അത് എന്തുകൊണ്ടാണ് അവരെ ആൾക്ക് ട്യൂഷൻ കൊടുക്കുന്നത്? എന്തിനാണ് അവർ മറ്റൊരു സ്കൂളിലേക്ക് തള്ളിക്കയറാൻ നോക്കുന്നത്? അവർക്കുണ്ടായ ദാരിദ്ര്യത്തെ മറികടക്കാൻ ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ള ഒരു ആസ്പിറേഷനാണ്. അപ്പൊ ഇവിടുത്തെ വർക്കിംഗ് ക്ലാസിന്റെ ആസ്പിറേഷൻ മനസ്സിലാക്കുന്നതിൽ ഞാനടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടു എന്ന സ്വയം വിമർശനമാണ് ഞാൻ നടത്തിയത്. താങ്കൾക്കത് വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്, അത് വ്യാഖ്യാനിക്കട്ടെ, വിവാദങ്ങളാവട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും എന്റെ മനസ്സിലുള്ളതും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതും ഈ മൂന്ന് രംഗത്തും പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഇത് മെച്ചപ്പെടുത്തുന്നതിലേക്ക് കേരളം ഉണരണം എന്ന് ഞാൻ വീണ്ടും സ്റ്റേറ്റ് ചെയ്യുന്നു. അതിന് വിവാദമാക്കേണ്ടവർക്കാക്കാം, യാതൊരു പരാതിയില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരുടെ അവകാശമാണ്. പൊതുജനാരോഗ്യം അവകാശമാണ്, പൊതുവിദ്യാഭ്യാസം അവകാശമാണ്, മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസം, സൗജന്യമായ യാത്ര അവകാശമാണ്. ആ അവകാശം ഞങ്ങൾ കൊടുത്തു. അത് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്, അല്ലേ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഞാനടക്കം എന്റെ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞില്ലല്ലോ സൗജന്യമാക്കാൻ. സർക്കാർ സ്കൂളുകളിൽ സൗജന്യമുണ്ട്. പക്ഷെ അതാണ്, ആ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. സർക്കാർ ആശുപത്രിയിൽ പോകാതിരിക്കാൻ മാർഗമില്ല, അവർക്ക് പൈസയില്ല സാധാരണക്കാർക്ക്. അപ്പൊ എങ്ങനെയെങ്കിലും കുട്ടികളെയെങ്കിലും അവര് ട്യൂഷൻ കൊടുത്തെങ്കിലും കുട്ടികൾക്ക് ഞങ്ങളെപ്പോലെ ഇതുപോലെ ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള ഒരു ആസ്പിറേഷൻ അവർക്കുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. ഞാൻ താങ്കളോട് ആവശ്യത്തിലധികം പറഞ്ഞു കഴിഞ്ഞു. പോരെ? ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാനിപ്പോഴും മന്ത്രിയായിട്ട് അധികം നാളായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ എന്തെങ്കിലും നിങ്ങൾ വിവാദമായിട്ടോ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ദയവായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ. ഞാനിന്നലെ ആരായാലും എൻ്റെ കാര്യം ഞാൻ പറയുന്നു. എന്നിട്ടത് എയർ ചെയ്യുക. അതിന് പകരം എയർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ആളുകളത് കണ്ടു കഴിഞ്ഞു, അല്ലേ? അതൊക്കെ നമ്മുടെ സ്വകാര്യ ബസ് ഉടമകളുടെ അവരുടെ ഒരു അസോസിയേഷനിൽ ചടങ്ങിലായിരുന്നു നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇങ്ങനെ എതിർപ്പൊക്കെ വയ്ക്കുന്നുണ്ട്. പ്രിയദർശിനി സൗജന്യം അവർക്ക്. പ്രിയദർശിനി ഞങ്ങൾ ഒരു ഇഞ്ച് പിന്മാറില്ല.
പക്ഷെ സ്വകാര്യ ബസ്സുകൾക്ക് അവരുടേതായ പ്രശ്നമുണ്ട്. അല്ല, അവരുടെ കയ്യിൽ അവർക്കിടയിൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് പിന്നെ പത്മകുമാർ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അവരുടെ കാര്യങ്ങളും പരിശോധിക്കും. ഇനി സ്വകാര്യ മേഖലയെക്കുറിച്ചും നമ്മൾ പറഞ്ഞല്ലോ, അതും പൊതുഗതാഗതത്തിന്റെ ഭാഗമാണ്. ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് അവരുടെ കൂടി ഒരു കയ്യടി നേടുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. അങ്ങനെ പറഞ്ഞോളൂ, മാതൃഭൂമിക്ക് അങ്ങനെ പറഞ്ഞോളൂ. എനിക്ക് പരാതിയില്ല. ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ സമയമായി. ഒരു അധിക്ഷേപവും ഇല്ല. അവരുടെ ദാരിദ്ര്യം വളരെയധികം, ഇത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോവർട്ടി, 2000 രൂപ ഒരു മാസത്തിൽ സേവ് ചെയ്യാൻ പോലും വലിയ കാര്യമായി കരുതുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കേരളത്തിന്റെ കണ്ണു തുറപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഇതാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല.